നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണത്തിലെ പാളിച്ച മൂലം ദേശീയപാതയിലെ വാടനപ്പള്ളി മേൽപ്പാലം അപ്രോച്ച് റോഡ് പൊളിച്ചുമാറ്റുന്നു. തളിക്കുളം എടശ്ശേരി ബീച്ചിലെ വഴിയോരം ഹോട്ടലിൽ മോഷണം. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ മൂലം തകർച്ചാ ഭീഷണി നേരിട്ടതോടെ പുതിയ ദേശീയപാത 66 വാടനപ്പള്ളി മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൊളിച്ചുമാറ്റുന്നു. ചളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ അടിഭാഗം താഴ്ന്ന റോഡ് ഇടിയാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ ദേശീയപാതയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ബൈപ്പാസിലെ റോഡ് പൊളിച്ചു പണിയേണ്ടി വരുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് എന്ന ആരോപണമുണ്ട്. തെക്കൻ ജില്ലയിൽ സമാനമായ രീതിയിൽ മേൽപ്പാലം തകർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വാടനപ്പള്ളിയിൽ അടിയന്തര നടപടി സ്വീകരിച്ചത്. മേൽപ്പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള 100 മീറ്റർ വീതം അപ്രോച്ച് റോഡാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ പൊളിച്ചുമാറ്റുന്നത്. ഇതിനായി ഇവിടത്തെ ചളിമണ്ണും ചരലും പൂർണ്ണമായി നീക്കം ചെയ്തു വരികയാണ്. അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത ശേഷം വീണ്ടും ചരൽ അടിച്ച് ഉയർത്തി അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കാനാണ് തീരുമാനം. നേരത്തെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കഴിയുന്ന വിധത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. ഇതാണ് ഇപ്പോൾ പൂർണ്ണമായി പൊളിക്കുന്നത്. വീണ്ടും പണി പൂർത്തിയാകാൻ മാസങ്ങൾ വേണ്ടിവരും. നിലവിൽ ഇടവിട്ടുള്ള മഴ പണിക്ക് തടസ്സമാകുന്നുണ്ട്. കാലവർഷം ശക്തമായാൽ നിർമ്മാണം സ്തംഭിക്കാനും സാധ്യതയുണ്ട്. ഏഴാങ്കല്ല്, ഏങ്ങണ്ടിയൂർ മേഖലകളിൽ മേൽപ്പാലങ്ങളുടെ പണികളും പൂർത്തിയായിട്ടില്ല. ഇതോടെ ചേറ്റുവ മുതൽ ചേലോട് വരെയുള്ള ഭാഗങ്ങളിൽ സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അതേസമയം തളിക്കുളത്തെ മേൽപ്പാലം പണി പൂർത്തീകരിച്ച് ഒരാഴ്ചയായി വാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുന്നുണ്ട്. ഗീതാഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് LDF നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാറിൽ വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു. തൃപ്പയാർ പടിഞ്ഞാറേ നട പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നൂറുകണക്കിന് ഇടതുപക്ഷ പ്രവർത്തകർ അണിചേർന്ന പ്രകടനം ഗീതാഗോപി നയിച്ചു. LDF നേതാക്കളായ അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, PK ഷാജൻ, KP സന്ദീപ്, AS ദിനകരൻ, PR വർഗീസ്, മാസ്റ്റർ KK ജോബി, KR സീത, KS മധുസൂദനൻ, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, UK ഗോപാലൻ, CL ജോയ്, KM ജയദേവൻ, CR മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വാഹനത്തിന് തൊട്ട് പുറകിലായി ഇതുവഴി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. ശ്രീനാരായണ ലൈബ്രറി വലപ്പാട് ബീച്ച് വായന കളരിയുടെ ഉദ്ഘാടനം ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ചിദംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റും വലപ്പാട് പഞ്ചായത്ത് നേതൃസമിതി കൺവീനറുമായ സുരേഷ് പട്ടാലി അധ്യക്ഷനായി. മെമ്പർമാരായ രശ്മി ഷിജോ, ബിന്ദു മോഹൻ, ക്ലബ് പ്രസിഡന്റ് സജിത് വേളയിൽ, അനിത രഞ്ജിത് സിംഗ്, ലൈബ്രറി സെക്രട്ടറി ലാൽ കച്ചിലം, സുരേഷ് ചരുവിൽ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയുടെ മെന്റർമാരായ ബിൻസി ടീച്ചർ, ഷീജ മുരളീധരൻ, ലൈബ്രറിയൻ ശ്രീമതി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു.
തളികുളം ഇടശ്ശേരി ബീച്ചിലെ ഹോട്ടലിൽ മോഷണം. ഇടശ്ശേരി ബീച്ചിലുള്ള വഴിയോരം എന്ന ഹോട്ടലിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയ ഹോട്ടൽ ഉടമയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. സാധനങ്ങളും അലമാരകളും വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. ഹോട്ടലിന്റെ പുറകുവശത്തെ വാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. ഹോട്ടലിൽ സൂക്ഷിച്ച പണവും ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടായി സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളിലെ പണവും നഷ്ടപ്പെട്ടു. ഹോട്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള സിഗരറ്റുകളും നഷ്ടപ്പെട്ടു. പാലിനായി നീക്കിവെച്ചിരുന്ന പണവും നഷ്ടമായി. ഹോട്ടലിനകത്തുള്ള CCTV ക്യാമറകൾ മോഷ്ടാവ് കേടുവരുത്തിയ നിലയിലാണ്. ഏകദേശം 40,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ഹോട്ടൽ ഉടമ പറഞ്ഞു. വടനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തീരദേശത്ത് മോഷ്ടാക്കളുടെ ശല്യം കൂടുതലാണെന്നും പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടു. നമ്മൾ എല്ലാ ദിവസവും പതിപോലെ 4 മണിക്ക് കട ഓപ്പൺ തുറക്കും. ഇന്നും 4 മണിക്ക് തുറക്കാൻ പറഞ്ഞ സമയത്ത് തുറന്നു നോക്കുന്ന സമയത്ത് മേശയുടെ വിരികൾ കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ട് കണ്ടു. ഉടനെ എനിക്ക് മനസ്സിലായി ഇവിടെ ആരെ കിടന്നിട്ടുണ്ടെന്ന്. ഉടനെ ഡേറ്റൊക്കെ ഇട്ട് അപ്പോൾ നോക്കിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് പൊളിച്ചിട്ട് കള്ളൻ കയറിക്കലാണ്. കള്ളൻ കയറിയ ഉടനെ ക്യാമറയുടെ ഇത് ഓഫാക്കിയിട്ട് ഊരിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കടന്ന് നമ്മുടെ 10-15,000 രൂപയോളം വില വരുന്ന വലിയ പാക്കറ്റ് വലിയ സിഗരറ്റൊക്കെയാണ്. കിൻസ്, ലൈസ്, മിസ്കോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൊത്തം 15,000 രൂപ കൂടുതൽ വില വരും. പിന്നെ നമ്മൾ പല അമ്പലങ്ങളിലും ആയിട്ട് വെച്ചിരുന്ന 5 ഭണ്ഡാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് 10 രൂപ വീതം അതിൽ നിക്ഷേപിക്കാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ഓഹരി അതിൽ അമ്പലങ്ങളിൽ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 10,000 രൂപയോളം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതും വരും. പിന്നെ നമ്മൾ പാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യേന ഒരു 150 രൂപ വീതം മാസം കൊടുക്കുന്നതാണ്. അത് നമ്മൾ നീക്കിയിരിപ്പുണ്ട്. അത് 2,500 രൂപ വരും. പിന്നെ 10-ൻ്റെ 20-ൻ്റെ ഒക്കെ കൂടിയിട്ട് ചില്ലറ അവിടെ കൊടുക്കാറില്ല ചേഞ്ച് വേണ്ടിയിട്ട്. അതൊക്കെ കൂടി അതൊരു 3,000 ഉറുപ്പോളം നമുക്ക് വരും. മൊത്തം 32,500 നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത്. വ്യക്തിത്വ വികാസനത്തിനും പ്രസംഗകലയിലെ പ്രാവീണ്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് JCI ഇന്ത്യ സംഘടിപ്പിക്കുന്ന സ്പീച്ച് ക്രാഫ്റ്റ് 2026 പരിശീലന പരിപാടി സമാപിച്ചു. മികച്ച പ്രസംഗകരെയും കരുത്തുറ്റ ഭാവി നേതാക്കളെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടന്നത്. ജോൺ പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെൽവിൻ ഡൊമിനിക് അധ്യക്ഷനായി. 2014 ഇന്റർനാഷണൽ പ്രസിഡന്റ് ഷൈൻ ഭാസ്കരൻ, സോൺ 20 പ്രസിഡന്റ് ജെയ്സൺ അറക്കൽ എന്നിവർ മുഖ്യാതിഥികളായി. JCI തൃപ്പയാർ പ്രസിഡന്റ് സിദേശ്, മുൻ പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ, സൂരജ് വേളയിൽ, നിർമ്മല ടീച്ചർ, കുന്നത്ത് മനോജ്, ഷിജി മനോജ്, രാജി സൂരജ്, അഞ്ജു EVN, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രസംഗവേദികളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ യുവതലമുറയെ പ്രാപ്തരാക്കുന്ന വൈവിധ്യമാർന്ന സെഷനുകളാണ് ഇവിടെ നടന്നത്. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ സംരംഭമായ സ്റ്റുഡൻസ് മാർക്കറ്റ് പെരിഞ്ഞനത്ത് ആരംഭിച്ചു. നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ് സ്റ്റുഡൻസ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ന്യായമായ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുകയാണ് നാട്ടിക റൂറൽ ബാങ്ക് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ സഹകരണ പ്രസ്ഥാനം മാർക്കറ്റിൽ ഇടപെടുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് മറ്റ് പണ ഇടപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരം ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൽ ഏറ്റവും സവിശേഷമായ ഒരു ഇടം മനുഷ്യൻ്റെ മനസ്സിൽ നേടിയെടുക്കാൻ ഇടയാക്കിയത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കൈവയ്ക്കാത്ത ഇടങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും ഇടപെടുകയും ജനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയും ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ വിശ്വാസ്യതയാണ്. റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും റൂറൽ ബാങ്ക് ഡയറക്ടറുമായ TK രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, ഷീബ മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗം KC രവീന്ദ്രൻ, PA സുധീർ, സായിദ മുത്തുക്കോയ തങ്ങൾ, അനിൽകുമാർ CP, നിഷാദ് KM, അജയഘോഷ് KB, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, പെരിഞ്ഞനം ബ്രാഞ്ച് മാനേജർ KR രേഷ്മ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന 6ാം ക്ലാസ് വിദ്യാർത്ഥി അവന്തികയ്ക്ക് നൽകിക്കൊണ്ട് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് നിർവഹിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പഠന ഉപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വലപ്പാട് ഹെഡ് ഓഫീസ്, ഏങ്ങണ്ടിയൂർ, ചന്ദ്രാപ്പിന്നി എന്നിവിടങ്ങളിലും റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടവേള.
Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. രംഗാവിഷ്കാരത്തിലൂടെ നാടകത്തിന്റെ ദൗത്യം സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ നാടകമെന്ന സാഹിത്യം വായനയ്ക്കും പഠനത്തിനും ഗവേഷണത്തിനും ഗുണപരമായി ഉപയുക്തമാകുമെന്ന് എഴുത്തുകാരൻ അശോകൻ ചരുവിൽ അഭിപ്രായപ്പെട്ടു. 31 വർഷം മുമ്പ് അന്തരിച്ച കഴിമ്പ്രം വിജയന്റെ അമ്പറ, പൂക്കാലം എന്നീ 2 നാടകങ്ങൾ വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് എഴുത്തുകാരൻ ബക്കർ മേത്തലക്ക് നൽകി പ്രകാശനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അശോകൻ ചരുവിൽ. പ്രൊഫസർ KU അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ KR കിഷോർ പുസ്തക പരിചയം നടത്തി. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതിക്ക് വേണ്ടി ഓഗസ്റ്റ് ബുക്സാണ് പ്രസാധനം ഏറ്റെടുത്തത്. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, സുധി പൊക്കാഞ്ചേരി, സ്നേഹ ലിജി, നജീബ് ബാബു, ജെസ്സി അന്തിക്കാട്, KM അബ്ദുൾ മജീദ്, ബിന്ദു അന്തിക്കാട്, ജനറൽ സെക്രട്ടറി VC ദിലീപ്, സെക്രട്ടറി മനോമോഹൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി ചെയർമാൻ RI സക്കരിയ അധ്യക്ഷനായി. കഴിമ്പ്രം പൊതുജന വായനശാലയ്ക്ക് വേണ്ടി VK സ്മിതയും, തളിക്കുളം സൂര്യോദയ വായനശാലയ്ക്ക് വേണ്ടി നിയാഷും, വലപ്പാട് ശ്രീനാരായണ വായനശാലയ്ക്ക് വേണ്ടി സുധി പൊക്കാഞ്ചേരിയും പുസ്തകം ഏറ്റുവാങ്ങി. അശോകന്റെ അമ്മേടെ അച്ഛനാണെങ്കിൽ മാപ്രാനം ഭാഗത്ത് ഏറ്റവും പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പിന്നെ അശോകനെങ്കിൽ രണ്ടു പിന്നെ എങ്ങനെയാവുക? അല്ല, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ. ഞാൻ സാധനം പറയുമ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ പറയുന്നില്ല. ഏറ്റവും പ്രസിദ്ധമായ 10 എഴുത്തുകാരില്ലേ ഒരാള് ചെറുതാരത്തിൻ്റെ എഴുത്തുകാരത്തിൽ അങ്ങനെ പറയേണ്ടത് ഞാൻ പറഞ്ഞു. അശോകന്റെ പിന്നെ കാട്ടുകാട് നോവലുണ്ട്. അതുകൊണ്ടല്ല, എഴുത്തുകാരൊക്കെ എഴുത്തുകാരല്ല. ഏതായാലും പ്രബന്ധരചന നല്ല ആദ്യകാലത്തെ പ്രബന്ധരചന എന്നൊക്കെ പറഞ്ഞ നല്ല കാവ്യാത്മകമായ രചനകൾ നടത്തിയിട്ടില്ലേ? പോയിറ്റിക് ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുണ്ട് അല്ലേ? ഇപ്പോ ആരും മോശക്കാരല്ല. ബക്കർ മേത്തനെയും പിന്നെ സുബൈദിയും സുലേഖയും. ബക്കർ മേത്തനെ സ്വന്തം സഹോദരി ആരായിരുന്നു? ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക മാതൃദിനാചരണത്തിന്റെ ഭാഗമായി അനുമോദന സദസ്സ് മാപ്രാണം കിക്ക് ഷാക്ക് സ്പോർട്സ് അരീനയിൽ വെച്ച് നടത്തി. അമ്മമാരായ കല്യാണി ടീച്ചർ, തങ്കം ബാലകൃഷ്ണൻ, ചന്ദ്രിക രാജൻ, റസിയ എന്നിവരെ നിയുക്ത MLA തോമസ് ഉണ്ണിയാടൻ മാതൃദിനാചരണത്തിന്റെ ഭാഗമായി ഷാൾ അണിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഫിലോസഫിയിൽ 2ാം റാങ്ക് നേടിയ PR അശ്വതിയെ ചടങ്ങിൽ അനുമോദിച്ചു. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് സത്യൻ PB അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ CC ഷിബിൻ, ജില്ലാ പ്രസിഡന്റ് ആൻഡോ തൊറയൻ, സുനിൽകുമാർ, രതീഷ് KB, ഫിഡൽ ബാബു, വൈഷ്ണവ് CV, അഭിൽ, സജിത രമേശ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഈഴവ സഭയുടെ 18ാം വാർഷിക സമ്മേളനം തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ നടന്നു. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ തിരുമുമ്പിൽ നിറദീപം ജ്വലിപ്പിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഈ സമ്മേളനം ആരംഭിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം
ജാതി മത ഭേദചിന്തകൾക്കെല്ലാം അതീതമായി നിലകൊള്ളുന്ന ഒരു ഏകലോക ദർശനം ഭാരതത്തിനകത്തും പുറത്തും മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും മതപരിവർത്തന പ്രവർത്തനങ്ങളും മതത്തിൻ്റെ പേരിൽ സംഘടനകളും വിഭാഗീയ ചിന്താഗതികളും വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വദർശനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് നമുക്കറിയാം. ടി കെ ഷൺമുഖൻ അധ്യക്ഷനായി. ചികിത്സാ ധനസഹായം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ വിതരണം ചെയ്തു. പുതിയ മെമ്പർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് റിട്ടയർഡ് മേജർ പ്രൊഫസർ ഡോക്ടർ CN വിശ്വനാഥൻ വിതരണം നടത്തി. PK അശോകൻ, പ്രൊഫസർ TK സതീശൻ, പ്രൊഫസർ MV മധു, ലയൺ അഡ്വക്കേറ്റ് CBK ലാൽ, ജയപ്രകാശൻ മാമ്പുള്ളി, CG രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് സീസർ അറക്കൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് TK ഷൺമുഖൻ, വർക്കിംഗ് പ്രസിഡന്റ് സീസർ അറക്കൽ, വൈസ് പ്രസിഡന്റ് TG ധർമ്മരത്നം, സെക്രട്ടറി NK ലോഹിതാക്ഷൻ, ട്രഷറർ MK ധർമ്മൻ എന്നിവരാണ് ഭാരവാഹികൾ. ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. മെയ് 10 മുതൽ 17 വരെയാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രത്നവല്ലി സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായി. തൃപ്പയാർ ദേവസ്വം മാനേജർ ഹരിഹര ഭട്ട്, സനാതനധർമ്മ പാഠശാല പ്രസിഡന്റ് P മണികണ്ഠൻ, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, രഞ്ജിത്ത് മാരാർ, സുലോചന ശക്തിധരൻ, K രാംകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീമദ് മഹാത്മ്യം പാരായണവും പ്രഭാഷണവും നടന്നു. ഉണ്ണികൃഷ്ണൻ തൃപ്പാളൂറാണ് യജ്ഞാചാര്യൻ. അന്ന് തുടങ്ങി വെച്ച ആ ഒരു പ്രവർത്തനങ്ങളൊന്നും എത്ര തന്നെ പ്രതിസന്ധി നേരിട്ടാലും ഒരടി പോലും ഈ സംഘടന പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം. അത് മാറി മാറി വരുന്നു. അങ്ങനെ മാറി മാറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു സംഘടനാപരമായിട്ടുള്ള അന്നത്തെ നേതൃത്വത്തിലിരിക്കുന്നവർ ഒക്കെ അത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അത് പരിപാലിച്ചിട്ടുണ്ട്. അതിൽ വിജയൻ മാഷെ പറ്റി ഇപ്പോൾ നേരത്തെ യോഗ അധ്യക്ഷ പറഞ്ഞു. വിജയൻ മാഷൊക്കെ ഈ സംഘടനയ്ക്ക് വേണ്ടി എത്രമാത്രം അവർ ആത്മസമർപ്പണത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് തന്നെ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ അമ്മ സദസ്സ് വയോജന സമിതിയുടെ നേതൃത്വത്തിൽ മാതൃദിനം ആചരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലാഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു മുഖ്യാതിഥിയായി. വയോജന സമിതി പ്രസിഡന്റ് മോഹിനി ഭാസ്കരൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോല മഹേഷ്, വാർഡ് മെമ്പർ സീന ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരികളായ അനിൽ പുളിക്കൽ, മോഹൻദാസ് പുല്ലാക്കൽ പറമ്പിൽ, അംബിക വാസു എന്നിവർ സംസാരിച്ചു. തുടർന്ന് അമ്മമാരെ ആദരിക്കലും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിയുക്ത നാട്ടിക MLA ഗീതാ ഗോപി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന സ്വീകരണ പരിപാടിക്ക് ആവേശകരമായ തുടക്കമായി. എടമുട്ടം സെന്ററിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KP സന്ദീപ്, പ്രസിഡന്റ് AS ദിനകരൻ, KM ജയദേവൻ, KM കിഷോർ കുമാർ, KS മധുസൂദനൻ, കിഷോർ വാഴപ്പുള്ളി, MB സുരേഷ്, KK ജോബി, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, M സ്വർണലത, CS മണി എന്നിവർ നേതൃത്വം നൽകി. അധികാരവും ജനാധിപത്യവും അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് വേണ്ടത് എന്ന് നാട്ടിക തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സത്യസന്ധവും നീതിപൂർണമായിട്ടുള്ള നാട്ടിയുടെ ഇനിയുള്ള വികസന കാലം സുവർണകാലമാണ് എന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തട്ടെ. ഈ മണ്ഡലത്തിന്റെ തുടർ വികസനങ്ങളും ഈ മണ്ഡലത്തിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കും ഇനിയുള്ള 5 വർഷം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഒരിടവേള കൂടി. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകൾ തുടരുന്നു. SNDP യോഗം എടമുട്ടം സെൻട്രൽ ശാഖയുടെ വാർഷിക പൊതുയോഗവും ശാഖാ ഭരണസമിതി തെരഞ്ഞെടുപ്പും ശാഖാ ഗുരുമന്ദിരത്തിൽ നടന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടച്ചാലി അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി മഹാദേവൻ പാണപറമ്പിൽ റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ദേവദാസ് ഈരേഴത്ത്, രാജേഷ് വേളേക്കാട്ട്, ഗിരിജ പ്രജ്ഞൻ എന്നിവർ സംസാരിച്ചു. പ്രദീപ് തോട്ടുപുര പ്രസിഡന്റായും രഘുലാൽ വടക്കുംചേരി സെക്രട്ടറിയായും ബാബുരാജ് മേൽവീട്ടിൽ വൈസ് പ്രസിഡന്റായും ഉണ്ണികൃഷ്ണൻ എടച്ചാലി യൂണിയൻ കമ്മിറ്റി മെമ്പർ എന്നിവർ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സുദീപ് മാസ്റ്റർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായിരുന്നു. വനിതാ സംഘം പ്രസിഡന്റായി ഗിരിജ പ്രജ്ഞനെ തെരഞ്ഞെടുത്തു. ഗിരിജ ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ്, പ്രസന്ന ജയരാജൻ സെക്രട്ടറി, അമ്പിളി സുജിന്ത് ട്രഷറർ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, ജിഷ്ണു വാഴപ്പുള്ളി സെക്രട്ടറി, ശശി ചിറയിൽ വൈസ് പ്രസിഡന്റ്, അശ്വിൻ വാഴപ്പുള്ളി യൂണിയൻ കമ്മിറ്റി മെമ്പർ എന്നിവരെ തെരഞ്ഞെടുത്തു. പറഞ്ഞിട്ടാണ് അതവിടെ സംഭവിച്ചത്. അങ്ങനെ നല്ലൊരു ടീമായിട്ട് ഈ ശാഖ യൂണിയന് ഒരു കീഴിൽ നല്ല യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും യൂണിയനുമായിട്ടില്ലാതെ നല്ല രീതിയിൽ സഹകരിച്ച് പോയ ഒരു ശാഖയാണ് നമ്മുടെ ഈ എടമുട്ടം സെൻട്രൽ ശാഖ. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ബാബുചാണ്ടൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും, ചതയത്തിനും അതുപോലെ തന്നെ സമാധിക്കും ഒക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടിയിട്ട് നടക്കുന്ന ഒരു ശാഖയാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ തന്നെ 25 വർഷമായി കഴിഞ്ഞാൽ അടുത്ത വർഷം 25 ആയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരാൾ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. യോഗം കൗൺസിലർ നരേന്ദ്രൻ തയ്യിൽ, പ്രവിത നരേന്ദ്രൻ എന്നിവർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി. തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ ഭാരവാഹികളെ ശാഖ അനുമോദിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചില്ല വാർഷികാഘോഷവും കുടുംബ സംഗമവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ചില്ല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. LP വിഭാഗം പ്രധാനാധ്യാപിക PS ജ്യോതി ശ്രീവേണി മുഖ്യാതിഥിയായി. NSS സംസ്ഥാന അവാർഡ് ജേതാവ് ശലഭ ശങ്കറിനെ ചടങ്ങിൽ അഞ്ജലി ഷമീർ ആദരിച്ചു. ചില്ലയിലെ പ്രതിഭകളായ ഡോക്ടർ സിന്ധു ശങ്കർ, സുനിൽ കുമാർ, ജിതേന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചില്ല ഭാരവാഹികളായ രഘുരാമത്ത്, MA അനീഷ്, സഹജാത്മൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി പ്രസിഡന്റായും PN സുപ്രിയ സെക്രട്ടറിയായും VM ആഷിയ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കയ്പമംഗലത്തെ സജീവമാക്കാൻ സജീവാശക്തിയുടെ പോസ്റ്റാണ് കണ്ടത്. ഒരുപാട് സന്തോഷം തോന്നി. അവസാനമായിട്ട് ഒരുപക്ഷെ ഈ ആഘോഷത്തിന് ശേഷം യാത്രയപ്പ്, ഒട്ടനവധി യാത്രയപ്പ് സമയങ്ങൾ കഴിഞ്ഞു. ഇതിപ്പോൾ 14ാമത്തെ യാത്രയപ്പാണ്. അപ്പം എന്തായാലും ജില്ലയുടേതായിട്ടുള്ളതായിരിക്കും അവസാനത്തെ യാത്രയപ്പ്, ഔദ്യോഗികമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട്
വാടനപ്പള്ളി കൂട്ടായ്മ കലാ സാംസ്കാരിക വേദിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ വി മുരളീധരൻ നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് ബീന ജോയ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി റോഷൻ, ശശികുമാർ P. ചിലി, രക്ഷാധികാരി P. വരദൻ, മുഹമ്മദ് നാലകത്ത്, KC ശശി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലും കൂട്ടായ്മ ക്ലബ്ബ് വലിയൊരു സംഭാവന ഇവിടെ നൽകിയിട്ടുള്ളതായത് അറിയാം. തുടർന്നും ഇങ്ങനെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഓഫീസുണ്ടായി, ഒരു ക്ലബിൻ്റെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ഉണ്ടാവാൻ കഴിഞ്ഞാൽ. അതിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇനി കൂട്ടായ്മ ഇതിലും വലിയ രീതിയിൽ തന്നെ നാട്ടുകാർക്കും ഈ നാടിനും വളരെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും അതുപോലെ ആരോഗ്യരംഗത്തായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മണലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ ഉറവിട നശീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് നിർവഹിച്ചു. കണ്ടശങ്കടവ് ചീപ്പ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PT ജോൺസൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശ, അങ്കണവാടി, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. പള്ളിപ്പറമ്പിൽ കുടുംബ കൂട്ടായ്മ പ്രഥമ കുടുംബ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു. കാക്കാത്തിരുത്തി സീഷോർ എക്കോ പാർക്കിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം ചാമക്കാല മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. PK മുഹമ്മദ് അലി ഹാജി അധ്യക്ഷനായി. കൂട്ടായ്മ ജനറൽ സെക്രട്ടറി PB ബദറുദ്ദീൻ, PA മൊയ്തു, PA മുഹമ്മദ്, PA അബ്ബാസ്, PA ജമാൽ, PB ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബ കൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങളായ ഫാത്തിമ BV അബ്ദുൽ ഖാദർ, PA മൊയ്തു, റുഖിയ ബീരാൻ, സെഫിയ ബാപ്പു എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. ജുജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ പള്ളിപ്പറമ്പിൽ കുടുംബാംഗം റയ്യാൻ മജീദ്, ആത്മീയ വിദ്യാഭ്യാസത്തിൽ നിസാമി അൽ ഫാറൂഖി വിജയം നേടിയ മുഹമ്മദ് ഷബീൻ, മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മിൻഹ ഫാത്തിമ, ആസിഫ് അസ്ലം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പരസ്പരം നമുക്കൊക്കെ കാണാനുള്ള ഒരവസരമാണ്. പള്ളിപ്പറമ്പിൽ ഫാമിലിയെ സംബന്ധിച്ച് ഹ്രസ്വമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഖാൻ ഇവിടെ സംസാരിക്കുന്നത് വളരെ കൗതുകത്തോടുകൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായി. എനിക്ക് തോന്നുന്നത് കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ അടിവേരുകളെ സംബന്ധിച്ച്, ആ വംശാവലിയെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ട് സംസാരിക്കാൻ ചാമക്കാലയിൽ തന്നെ അതിപ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദൊക്കെയാണ് എന്ന് എപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് ഖാൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ കുടുംബത്തിൽ സുൽഫി എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് ബന്ധം? ഉദാഹരണം ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നജീബിൽ ഈ കുടുംബത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ? അല്ലെങ്കിൽ ഞാൻ PB അഷ്റഫിൻ്റെ മരണപ്പെട്ടു പോയ ഉപ്പ അബ്ദുൽ ഖാദർ സാഹിബ്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അവരെ സംബന്ധിച്ച് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ആ വംശാവലി കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ, കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അതിസാമർഥ്യമുള്ള പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാണ്. ജില്ലാ സഹകരണ ബാങ്ക് റിട്ടയർഡ് മാനേജർ വടക്കേക്കാരമുക്ക് ചിറയത്ത് മഞ്ഞിയിൽ പരേതനായ ദേവസിയുടെ ഭാര്യ ആനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു.
സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് വടക്കേ കാരമുക്ക് സെയിന്റ് ആന്റണീസ് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടത്തി. ലിസി, പോൾസൺ, ലീന, ലിറ്റി എന്നിവർ മക്കളാണ്. മരുമക്കൾ വർഗീസ്, ഷീല, ഷൈനി, ലിയോൺ, അഡ്വക്കേറ്റ് ജോൺ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണത്തിലെ പാളിച്ച മൂലം ദേശീയപാതയിലെ വാടനപ്പള്ളി മേൽപ്പാലം അപ്രോച്ച് റോഡ് പൊളിച്ചുമാറ്റുന്നു. തളിക്കുളം എടശ്ശേരി ബീച്ചിലെ വഴിയോരം ഹോട്ടലിൽ മോഷണം. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.